മേജോ ഫ്രണ്ട്സ് FK ബ്രെഡ് സാൻഡ്വിച്ച്. ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഒരു 4, 5, 6 ബ്രെഡ് എടുക്കുക. സെൻറ്റർ ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അരികെ പൊട്ടിപ്പോകാണ്ട് നോക്കണം. പതിയെ ചെയ്താൽ മതി, ധൃതി പിടിക്കണ്ട. സെൻറ്ററിൽ നിന്ന് ബ്രെഡിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പീസ് ഇങ്ങനെ മാറ്റണം. മേളിൽ 2 കട്ട് ചെയ്ത് വെച്ചേക്കണ പോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ധൃതി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം പാളും. സോസേജ് ഒരു 4 സോസേജ് എടുക്കുക. എന്നിട്ടൊരു കട്ടിംഗ് ബോർഡ് ഇതേപോലത്തെ പല കഷ്ണത്തിൻ്റെ മേളിൽ വെച്ചിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്യുക. നൈസ് എന്ന് പറഞ്ഞാൽ തീരെ നൈസാക്കരുത്, അത്യാവശ്യം കനം വേണം. ഇത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം ചിക്കൻ സോസേജ് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് ഫ്രൈ പാനിലേക്ക് 2 കഷ്ണം ബ്രെഡ് കട്ട് ചെയ്തേക്കണ ബ്രെഡ് എടുത്ത് വെക്കുക. അതിൻ്റെ സെൻറ്ററിലേക്ക് ചിക്കൻ സോസേജ് വറുത്ത് വെച്ചേക്കണത് നിരത്തുക. അതിൻ്റെ മുകളിലേക്ക് മുട്ട, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിച്ചീര വെട്ടിയെടുത്തേക്കണത് ഇതേപോലെ നൈസായിട്ട് മേളിലൊഴിക്കുക. ചട്ടി ഇത്തിരി നല്ല ചൂടിലാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് ആദ്യം ഒഴിക്കുക. അപ്പോൾ അടി ഫില്ലാവും. അത് കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ കോട്ട് ഒഴിച്ച് അടി മൂത്ത് കഴിയുമ്പോഴേക്കും മറിച്ചിട്ടിട്ട് 2 സൈഡും വേവിച്ച് കഴിയുമ്പോഴേക്കും ഞാനൊന്ന് റിപ്പീറ്റ് കാണിക്കണതാണ് ഒന്നും കൂടെ. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് മുട്ട അതിൻ്റെ മുകളിൽ ഒഴിക്കണം. ചട്ടി ഇത്തിരി ചൂടുള്ളത് നല്ലതാണ്. അപ്പോൾ അടിയിലെ കോട്ടിങ് പെട്ടെന്ന് പിടിച്ച് കഴിഞ്ഞാൽ സൈഡിലേക്കൊന്നും പോകില്ല. അപ്പോൾ അടിയിലൊരു കോട്ട് ആദ്യം കൊടുക്കുക 2 അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു കോട്ടും കൂടെ കൊടുക്കുക. അപ്പോൾ താഴത്തേക്ക് ഒഴുകി പോകില്ല. ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഒരു കോട്ട്, സെക്കൻഡ് ഒരു കോട്ട്. ഫില്ല് ചെയ്ത് ഒഴിക്കുക. എന്നിട്ടത് മറിച്ചിടണം. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് 2 വശവും ഇതേപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി.